Hello dears, welcome back to Sala Learning. It's me, Sri Bhama. അപ്പോൾ മക്കളെ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നില്ലേ? എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പറ്റിയൊരു കാര്യം അതാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പ്രശ്നങ്ങളെല്ലാം ഇല്ലാണ്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എന്തായാലും സെറ്റായിട്ട് ഇരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മിസ്സാർ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും കുറച്ച് ടഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു എന്താ പറയുക കോണ്ടന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. സോ അത് നമുക്ക് ഈസി ആക്കാം. അപ്പോൾ ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് അല്ലേ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന എന്താണ് ഒരു കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഒരുപാട് ഫുഡീസ് ആണ്. നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ആളുകളാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കല്ലോ വെറൈറ്റി ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലതിൽ നിങ്ങൾക്ക് ഒരു പുളിയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യില്ലേ, ഒരു സോർ ടേസ്റ്റ് ഫീൽ ചെയ്യില്ലേ? ചിലതിൽ നിങ്ങൾക്ക് സ്വീറ്റ് ആയിരിക്കും, ചിലതിൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഓരോന്നും ഡിഫറെൻ്റാ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കുറേ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ചിലതിൽ ഭയങ്കര നമ്മളിപ്പോൾ ഒരു ലെമൺ എടുത്ത് വിചാരിച്ചോ, ലെമൺ എടുത്ത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ ഫീൽ വരിക? എന്തോ ഒരു സോർ ടേസ്റ്റ് എന്ന് പറയും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സോർ ടേസ്റ്റ് വന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ആൻസർ അറിയുന്നുണ്ടാവും. അതിൽ ആസിഡ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ആസിഡ് ഉണ്ടോ ആൽക്കലി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്കൊരു ഫുഡ് തന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെയാണ് അതിനകത്ത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാ? അതിന് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അല്ലേ? ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ലിറ്റ്മസ് പേപ്പർ. ഇത് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരും. ഇപ്പോഴത്തെ ഒരു ബേസ് ആയിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സിൽ ഒരുപാട് ആവശ്യം വരുന്ന കാര്യമാണ് ലിറ്റ്മസ് പേപ്പറിലെ കളർ ചേഞ്ച്. അപ്പോൾ അത് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡോട് കൂടിയിട്ടാണ് മിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സോ ആസിഡിൽ എന്ത് മാറ്റമാണ് മക്കളെ ലിറ്റ്മസ് പേപ്പർ വരാം? ലിറ്റ്മസ് പേപ്പർ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ. സോ നോക്കിക്കോ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൻ്റെ കേസിൽ ഒരു മിനിറ്റ് ഇടാം മക്കളെ. അപ്പം ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. അപ്പം അത് പഠിക്കാൻ സിമ്പിളായിട്ട് മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ABR എന്ന് പഠിച്ചോ. ABR എന്ന് പറയുമ്പോൾ ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ട് മാറുന്നു. അത് പഠിച്ചു വെച്ചോളാം, സെറ്റാക്കാം. ആൻഡ് ദെൻ ബേസിൻ്റെ കേസിൽ വരുമ്പോൾ നേരെ തിരിച്ച് നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറാണ്? ബ്ലൂ കളറായിട്ട് മാറുക. അപ്പം RBB അല്ലെങ്കിൽ RB² എന്ന് പഠിച്ചു വെച്ചോ. അപ്പം എന്താണ്? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആകുന്നു. ഏതില? ബേസിൻ്റെ കേസില. സോ ABR RB². ഈ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വരില്ല. ഏത് കളർ ചേഞ്ച് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല. അപ്പം മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കേസാണ് ഈ പറയുന്ന കാര്യം, എന്ത് കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പം മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം മിസ് എന്ത് ചെയ്തു? സോപ്പ് എടുത്തു ആൻഡ് കുറച്ച് വാട്ടർ എടുത്തിട്ട് മിസ് നൈസായിട്ട് എന്ത് ചെയ്തു? സോപ്പൊക്കെ പതപ്പിച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പം നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിച്ചോ. അതിൽ നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എന്ത് മാറ്റമായിരിക്കും കാണിക്കുക? സോപ്പ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആണോ ആൽക്കലി ആണോ? ഒരു കൺഫ്യൂഷനും വേണ്ട, അത് ആൽക്കലി ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോപ്പ് വെള്ളത്തിൽ എന്ത് കാണിക്കടാ? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ? അപ്പം അതിൻ്റെ കേസിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ബേസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആവുന്നു. RB². സെറ്റാണോ? റെഡിയാണോ? നെക്സ്റ്റ് അടുത്ത നമ്മൾ ലെമൺ എടുത്തു. ലെമണിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം? സിട്രിക് ആസിഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഈ ലെമൺ എടുക്കുന്ന സമയത്ത് നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സോർ ടേസ്റ്റ് ഫീൽ ചെയ്യും. ബിക്കോസ് ഓഫ് ആസിഡ് ആർ ദെയർ അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറുക ചെയ്യുന്നത്? റെഡ് കളറായിട്ട് മാറുകയാണ് ചെയ്യുക. ഏതിൻ്റെ കേസിലാണ് മക്കളെ? ആസിഡിൻ്റെ കേസിലാണ്. സോ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസിഡ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആർ ബേസസ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ട്രിക്കോട് കൂടി തന്നെ പഠിച്ചു വെച്ചോ. സോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഏത് കളർ എങ്ങനെ വരും അങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ മക്കൾക്കും ഉള്ളതാണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചോ. ഇതാ നോക്കിക്കോ, വിനിഗറിൻ്റെ കേസിൽ ഇപ്പോൾ കളർ ചേഞ്ച് എങ്ങനെയാണ് വരിക? നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആലോചിച്ചോടെ. വിനിഗർ അതിനകത്ത് എന്തുണ്ട്? അസറ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ആസിഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസ് പേപ്പറിൽ വെച്ചാൽ ഒരു കളർ ചേഞ്ച് കാണിക്കില്ല, അതുപോലെ ഇരിക്കും. ഇപ്പോൾ ലെമൺ ജ്യൂസ് എടുത്തു എന്ന് വിചാരിച്ചോ. ലെമൺ ജ്യൂസിന്റെ കേസിൽ എന്താ വരിക? അതിനകത്ത് എന്തുണ്ട്? ആസിഡ് കണ്ടൻസ് ഉണ്ട് നമുക്കറിയാം. സോ അത് എന്ത് കളർ ചേഞ്ച് കാണിക്കും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറും. അതേ സമയത്ത് റെഡ് ലിറ്റ്മസ് പേപ്പറിൽ ഒരു കളർ ചേഞ്ച് ഇല്ല, റെഡ് തന്നെ. ലാസ്റ്റ് ക്ലിയർ ലൈം വാട്ടർ.
ഈ ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈമാണെന്ന് വിചാരിക്കരുത്, അത് ചുണ്ണാമ്പ് വെള്ളമാണ് ശരിക്കും ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. സോ ലൈം വാട്ടറിൻ്റെ കേസിൽ അത് ബേസ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ബേസിൻ്റെ കേസിൽ എങ്ങനെയാണ് മക്കളെ വരിക? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേടാ. അപ്പോൾ അതുകൊണ്ട് റെഡ് ലിറ്റ്മസ് പേപ്പറിൽ മാത്രമേ കളർ ചേഞ്ച് വരൂ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ത് കാണിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ബ്ലൂ കളർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ചും ഈ ഒരു കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇതിൽ ഏത് എക്സാമിൽ വേണേലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഒരു ചെറിയ കാര്യം കൂടെ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കേസുകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് മിസ് എന്താണ് ആസിഡ്, അതിൻ്റെ യൂസ് എന്താ, ആൽക്കലി എന്താ, യൂസ് എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആസിഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മിസ് വരയ്ക്കുന്ന മാത്രം പഠിച്ചാൽ മതി. സോ ടേസ്റ്റ് ആണെന്ന് ആലോചിക്കുക. അതുപോലെ ഫുഡ് ഐറ്റംസിലുള്ളത് വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ HCl, H2SO4 നമ്മൾ കെമിക്കലി ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഭയങ്കര സീനുള്ള ആസിഡുകളാണ്. കോൺസെൻട്രേറ്റഡ് H2SO4ഉം HCl ഒക്കെ ഭയങ്കര സീനല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ വരുന്ന സമയത്ത് കുറച്ച് വീക്ക് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫുഡ് ആയിട്ട് കഴിക്കുന്നത്. ഇപ്പം ലെമൺ, ബട്ടർ മിൽക്ക്, ടാമറിൻഡ് അതിലൊക്കെ ഉള്ളത്. അതൊക്കെ സോർ ടേസ്റ്റ് വരാനുള്ള റീസൺ അത് ആസിഡ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക, എന്താണ് അതിൻ്റെ പോയിന്റ്സ് എന്നും പഠിച്ചു വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ നോക്കിക്കോ, വിനിഗറിലുണ്ട്, ആപ്പിളിലുണ്ട്, മിൽക്കിൽ, ഇതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ ആസിഡ് ഏതിലാണെന്നുള്ളത് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പഠിച്ചു വെച്ചോളാം. അതുപോലെ അതിൻ്റെ യൂസസും പഠിച്ചു വയ്ക്കാം. അസറ്റിക് ആസിഡ് ആണെങ്കിൽ പിക്കിൾസിൽ, ആൻഡ് ഫോമിക് ആസിഡ് ആണെങ്കിൽ പ്രിസർവേറ്റീവ്സിൽ, സിട്രിക് ആസിഡ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ അല്ലേ. നമ്മൾ സിട്രിക് ആസിഡ് നാരങ്ങയിലാണല്ലോ, സോ അറിയാലോ. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എന്തിലാണ് മോട്ടോർ വെഹിക്കിൾസിലും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രിക് ആസിഡ് എവിടെ യൂസ് ചെയ്യുന്നു? ടാനിക് ആസിഡ് ലെതർ, ഇങ്ക്. കാർബോണിക് ആസിഡ് കാർബോണേറ്റഡ് വാട്ടർ അല്ല, നമ്മൾ കുടിക്കുന്ന കാർബോണേറ്റഡ് വാട്ടേഴ്സിലൊക്കെ എന്താടങ്ങിയിട്ടുണ്ട്? കാർബോണിക് ആസിഡ് ഉണ്ട്. സോ ഇത്രയും അധികം യൂസുകൾ എന്തിനുണ്ട്? ആസിഡിനുണ്ട്. സോ ആസിഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരാളാണോ? അല്ല, ഒരുപാട് യൂസുകളുള്ള ആളാണ്. അപ്പോൾ ആൽക്കലിയോ? ആൽക്കലിയും കൂടെ നമുക്ക് അറിയണ്ടേ? ഓഫ് കോഴ്സ് അറിയണം. എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റർ ടേസ്റ്റാ അല്ലേ. മറ്റേത് ഭയങ്കര പുളിരുചിയാണെങ്കിൽ ഇത് ഭയങ്കര കയപ്പായിരിക്കും, ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് സോപ്പൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു സോപ്പി ഫീൽ വരില്ലേ? യെസ്, അതുപോലെ ഒരു സോപ്പി ഫീൽ ഉണ്ട്. ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നു എന്നാണ് ആൽക്കലിയുടെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ. അതുപോലെ അതിന് എന്ത് ടേസ്റ്റ് ഉണ്ട്? ദാ ബേസസ് ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആസിഡിൽ സോർ ടേസ്റ്റ് ആണെങ്കിൽ ആൽക്കലിയിൽ എന്താ? ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പഠിച്ചു വെച്ചോളാം. അപ്പോൾ പേസ്റ്റൊക്കെ നമ്മളിങ്ങനെ രാവിലെ എടുത്ത് തേക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് വായടകത്ത് പെട്ടു പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ത് ടേസ്റ്റ്? ഒരുമാതിരി ഒരു സോപ്പി ഫീലൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ എന്താ ഒരുമാതിരി രുചിയല്ലേ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. റെഡി. അപ്പോൾ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അത് സോഡിയം ഹൈഡ്രോക്സൈഡ്സ്, സോപ്പിൽ യൂസ് ചെയ്യുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡിറ്റർജൻസ് ലാബുകളിൽ യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഴ്സിൽ, ടൂത്ത് പേസ്റ്റിൽ, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ എക്സാമ്പിളുകൾ ചോദിക്കും. ആൻഡ് സിമെന്റിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ബേസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പഠിച്ചു വെച്ചുകൂടാ. സെറ്റല്ലേ? ഒരൊറ്റ കാര്യം കൂടെ, അതിൻ്റെ യൂസസ്. എന്തൊക്കെയാണ് യൂസസ്? സോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും ഡെയിലി കുളിക്കുന്ന സോപ്പിലിടാ, അതിനകത്ത് എന്തുണ്ട്? ആൽക്കലി കണ്ടൻസ് ഉണ്ട്. ആൻഡ് ഡിറ്റർജൻസിൻ്റെ കേസിലുണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആൽക്കലീസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും അധികം യൂസ് ഉള്ള എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ഉള്ള കാര്യങ്ങളാണ് ആസിഡും ആൽക്കലീസും. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇത് കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ സിമ്പിളാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോഡ് വെച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കുക. അപ്പോൾ ഇത്രയും മിസ്സിനെന്ന് പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെയുള്ള ട്രിക്കീസ് ആയിട്ടും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് മിസ് വരാം. സോ അതുവരേക്കും ബൈ ബൈ ഡിയേഴ്സ്. സീ യു. ഇറ്റ്സ് മീ ശ്രീഭാമ. Bye-bye.